നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടി നോട്ടീസ് നൽകുന്നതിലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. തുടർ നടപടികൾ ഇതിനുശേഷം തീരുമാനിക്കും. രശ്മി കാർത്തിക, എന്നാൽ രശ്മി, ഇടക്കാല ജാമ്യം സിദ്ദിഖിനെ ലഭിച്ചതിനു പിന്നാലെ അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ ബാക്കി നീക്കുപോക്കുകൾ? രജനി, സാധാരണയായി ഇത്തരം കേസുകളിൽ നോട്ടീസ് നൽകുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി. ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ നോട്ടീസ് നൽകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. കാരണം 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം ഉൾപ്പെടെ അനുവദിച്ച ഒരു സാഹചര്യത്തിൽ ഈ ഒരു നിയമോപദേശം തേടിയതിനു ശേഷം സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഈ നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ആ നിയമോപദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. സുപ്രീം കോടതി വിധിയുടെ പകർപ്പ് ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. ഈ നിയമോപദേശം കൂടി ലഭിച്ച് ഉച്ചയ്ക്ക് യോഗം കൂടി ചേർന്നതിന് ശേഷമായിരിക്കും എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് അന്വേഷണ സംഘം അതിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ അത്തരത്തിലെത്തിയേക്കും. ശരി, സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. രശ്മി കാർത്തിക വിവരങ്ങൾ നൽകിയത്.